അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താലോലിക്കയും മീനും ഉപയോഗിച്ച് ഒരു അടിപൊളി വറവാണ്. ഇതാണ് താലോലിക്ക. പിന്നെ വേളൂരി എന്ന് പറയുന്ന ഈ ചെറിയ മീനും കൊണ്ടാണ് ഞാൻ ഈ വറവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ താലോലിക്കൻ്റെ പകുതി മതി ഈ വറവിന്. ഇതിൻ്റെ ഈ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. തൊലി മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റണ്ട, കൂർത്ത ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇൻഗ്രീഡിയൻസ് കാണാം. താലോലിക്ക ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഉപ്പ്, മുളക് പൊടി, കറിവേപ്പില, പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ, ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വേളൂരി ക്ലീനാക്കി എടുക്കുക. കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി. ഇനി ഈ മീനിനകത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാന് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി വെച്ച മീനില്ലേ, അത് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ മീനിൻ്റെ അടിഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിട്ടിട്ട് നെക്സ്റ്റ് സൈഡ് കൂടി ഫ്രൈ ചെയ്ത് എടുക്കാം. മീൻ പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ മീൻ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ ചെറുതായി മുറിച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. സവാള വഴന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് താലോലിക്കയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് തേങ്ങയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, കാൽ സ്പൂണ് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ താലോലിക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശ്രദ്ധിച്ച് മീൻ പൊട്ടിപ്പോവാത്ത വിധത്തിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ വറവ് റെഡിയായി. Thanks for watching.